ഇതാ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാൻ 22 നേതാക്കൾ കൂടി എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്കുള്ള ഈ ഒഴുക്ക് ആഘോഷമാക്കുകയാണ് നേതാക്കൾ. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയെ ഞെട്ടിച്ചാണ് ഈ 22 നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇവർക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. പശുപതി പരസിനെ അടക്കം ഒതുക്കി NDAയിൽ ശക്തമായതായിരുന്നു LJP. ഏതായാലും ചിരാഗ് പാസ്വാന്റെ നീക്കങ്ങളെല്ലാം തകർക്കുന്നതാണ് ഈ 22 പേരുടെ രാജി. ടിക്കറ്റ് നിഷേധിച്ച തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നാണ് ഇവർ ആണയിട്ട് പറയുന്നത്. BJPയുമായുള്ള സഖ്യപ്രകാരം 5 സീറ്റ് നേരത്തെ പാർട്ടിക്ക് ലഭിച്ചിരുന്നു. രാംവിലാസ് പാസ്വാന്റെ ഹാജിപൂർ അടക്കം BJP ഇവർക്കാണ് നൽകിയത്. പശുപതി പരസും ഈ നേതാക്കളും പാർട്ടി വിട്ടതോടെ ചിരാഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചിരാഗ് പാസ്വാൻ എല്ലാ ലോക്സഭാ സീറ്റും വിറ്റിരിക്കുകയാണെന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ ആരോപിച്ചത്. ചിരാഗ് പാസ്വാൻ പാർട്ടിയിലെ പുറത്തുള്ളവർക്കാണ് സീറ്റ് നൽകുന്നതെന്നാണ് രേണു കുശ്വാഹ ആരോപിച്ചത്. പാർട്ടി പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകേണ്ടത്, അല്ലാതെ പാർട്ടിയെ അറിയാത്ത പുറത്തു നിന്നുള്ളവർക്കല്ലെന്നും രേണു തുറന്നടിച്ചിരുന്നു. പാർട്ടിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കുന്നില്ല. ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് ചിരാഗിനെ നേതാവാക്കിയത് ഞങ്ങളാണെന്നും രേണു കുശ്വാഹ പറഞ്ഞു. മുൻ മന്ത്രി രേണു കുശ്വാഹ, മുൻ MLAയും LJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സതീഷ് കുമാർ, സംഘടനാ സെക്രട്ടറി രവീന്ദ്ര സിംഗ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് ഡങ്കി, പ്രമുഖ നേതാക്കളായ അജയ് കുശ്വാഹ, സഞ്ജയ് സിംഗ് എന്നിവരെല്ലാം പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടും. ഇനി ഈ വിമത നേതാക്കൾ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് സതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിലെ ജനങ്ങളെയാണ് ചിരാഗ് പാസ്വാൻ വഞ്ചിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സുപ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയുടെ ആരുമല്ലാത്ത നേതാക്കൾക്കാണ് LJP അധ്യക്ഷൻ ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഇത് പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചിരാഗ് പാസ്വാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ പുതിയൊരു ബീഹാർ ആണ് സ്വപ്നം കണ്ടിരുന്നത്. അവരെയാണ് ചിരാഗ് വഞ്ചിച്ചിരിക്കുന്നത്. രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാനാണ് ഈ 22 നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും സതീഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. രവീന്ദ്ര സിംഗും ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ്. ചിരാഗ് പാസ്വാൻ സീറ്റുകൾ വിറ്റിരിക്കുകയാണെന്നാണ് അദ്ദേഹവും ആരോപിച്ചത്. ചിരാഗ് പാസ്വാൻ ബീഹാറിലെ ജനങ്ങളോട് വൈകാരികമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് 5 സീറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ എല്ലാ സീറ്റുകളും ചിരാഗ് വിറ്റിരിക്കുകയാണ്. ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുമെന്നും രവീന്ദ്ര സിംഗ് പറഞ്ഞു. വൈശാലി, ഹാജിപൂർ, സമസ്തിപൂർ, കഖാരിയ, ജമുയി എന്നീ മണ്ഡലങ്ങളിലാണ് LJP മത്സരിക്കുന്നത്. അതേസമയം ഈ 22 നേതാക്കളെയും തഴഞ്ഞ് തന്റെ സ്ഥാനാർത്ഥിത്വം സേഫ് ആക്കിയിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ. കോൺഗ്രസിനും BJPക്കുമൊപ്പം പ്രവർത്തിച്ച ബീഹാറിൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യനായ രാംവിലാസ് പാസ്വാന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ഡലമാണ് ഹാജിപൂർ. പിതാവിന്റെ പാരമ്പര്യം തുടരാൻ മകൻ ചിരാഗ് പാസ്വാൻ ഇവിടെ മത്സരിക്കുമെന്നാണ് ലോക് ജൻശക്തി പാർട്ടി പ്രഖ്യാപിച്ചത്. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത 6 സീറ്റുകളിലൊന്നാണ് ഹാജിപൂർ. രാംവിലാസ് പാസ്വാനാണ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചത്. 1984, 2009 വർഷങ്ങളിൽ പരാജയപ്പെടുകയും 1991 റോസേറയിലേക്ക് മാറുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന പേരിലാണ് ഹാജിപൂർ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത്. ഇളയ സഹോദരൻ പശുപതി കുമാർ പരസിനു വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത 2019 മാത്രമാണ് 42 വർഷത്തിനിടെ അദ്ദേഹം മത്സരിക്കാതിരുന്നത്. പാർട്ടികൾ മാറിയും മുന്നണികൾക്കിടയിൽ ചാഞ്ചാടിയും രാംവിലാസ് പാസ്വാൻ നടത്തിയ രാഷ്ട്രീയ ട്രിപ്സ് കളിയുടെ ചിത്രവും മണ്ഡലത്തിലുണ്ട്. ഇവിടെയാണ് കച്ചമുറുക്കി ചിരാഗ് ഇറങ്ങുന്നത്.